ചന്ദ്രലേഖയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്നറിയണ്ടേ? വലിയൊരു രാഷ്ട്രീയ കുടുംബ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ എറണാകുളം MLA ആണ്. വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. NSUI പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല മുൻ MP ജോർജ് ഈഡൻ്റെ മകനാണ്. അതിനെല്ലാത്തിനും ഉപരി നമ്മുടെ ലീഡറിൻ്റെ അടുത്ത ആളായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ യുവതലമുറയുടെ ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹൈബി ഈഡനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഞാനിപ്പോൾ ശരിക്കും ഇവിടെ നമ്മൾ ആദ്യം ഇൻ്റർവ്യൂവിന് വന്നപ്പം ഈ റൂമിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുൾ വാൾ ഓഫ് ഫെയിം, ഫുൾ പ്രമുഖരായിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, അതുകൂടാതെ മൻമോഹൻ സിംഗ്, അങ്ങനെ പ്രമുഖരായ വ്യക്തികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഹൈബി ഈഡൻ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതേ സമയത്ത് ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെരി യങ്, കളർഫുൾ, വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് കാണുന്നത്. ഫോട്ടോസൊക്കെ ആണെങ്കിലും പിള്ളേരുടെ കൂടെ അന്നേൻ്റെ കൂടെ ഉള്ള എല്ലാം ലൈക്ക് യങ് ജനറേഷനെ പറ്റിയത്. ഈ രണ്ട് ലൈഫും കൂടെ എങ്ങനെയാണ് ഹൈബി മാനേജ് ചെയ്യുന്നത്? സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ട് ഉണ്ടോ? അതോ അല്ല, നമ്മൾ ഈ ഒരു ജനറേഷൻ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്ക് പോളിറ്റിക്സിലുണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രഡീഷണൽ പൊളിറ്റീഷ്യൻ എന്നൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു കൺസെപ്റ്റിന് ഒരുപാട് ഡിമാൻഡിങ് ആണ്. ഇതിലൊരുപാട് ഡിമാൻഡിങ് ആണ് ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാവുന്നത്. അതിൻ്റെ ലെവൽ ഓഫ് ഇത് ഇൻക്രീസ് ചെയ്ത് തന്നെ വരുന്നത്. പക്ഷെ അതുപോലെ തന്നെ വീട്ടിലും എന്നാൽ ഇപ്പോൾ യങ്ങർ ജനറേഷൻ ആണെങ്കിലും അവരിലൊരാളായി ഫീൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എല്ലാ വസ്ത്രങ്ങളും ഇടാൻ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഓൾ ഇന്ത്യ NSUI പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ കുർത്ത, ജീൻസ്, അവിടുത്തെ കാരണം നമുക്കവിടെ എക്സ്ട്രീം ക്ലമാറ്റിക്കൽ കണ്ടീഷൻസ് ഉള്ള സ്ഥലത്ത് മുണ്ട് ഷർട്ട് ഇട്ട് പോകാൻ പറ്റില്ല. ഞാൻ എല്ലാ തരം ഡ്രസ്സസും ഇടാറുണ്ട്. യങ്ങർ ജനറേഷൻ അവർക്ക് കൂടുതൽ അടുക്കാൻ താല്പര്യമുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു വേഷം ഇട്ട് പോയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ പ്രൈവറ്റ് സമയങ്ങളിൽ കൂടുതലും ഞങ്ങൾ ഫിലിമിന് പോകുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പോൾ, അപ്പോൾ സമയം ഈക്വലി മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്, പ്രത്യേകിച്ച് ഫാമിലിയോടൊപ്പം. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ്. വന്നത് തന്നെ തിരക്ക് പിടിച്ച് കാറിൽ വരുന്നു, പോകുന്നു, ഡ്രസ്സ് മാറുന്നു, വരുന്നു, ഇനി തിരിച്ച് വീണ്ടും അടുത്ത മീറ്റിങ്ങിലേക്ക് പോകും അല്ലേ? വളരെ ഒരു ബിസി ലൈഫാണ്. അന്നെ അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ, എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് തരണം, എൻ്റെ കൂടെ കൂടെ ഇരിക്കണം, അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ടോ? കുശുമ്പൂത്താറുണ്ടോ? ഇല്ല. പകല് കഴിഞ്ഞാൽ രാത്രി ഒരു 10-10:30 ഒക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഫ്രീ ആവും. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ ലൈഫ് രാത്രിയാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഒരുപാട് കോഫി ഷോപ്സും നൈറ്റ് ലൈഫൊക്കെ ഇപ്പോൾ കൂടി വരികയല്ലേ. അപ്പോൾ ഞങ്ങൾ രാത്രിയാവുമ്പോൾ കറങ്ങാൻ ഒന്നുമില്ലെങ്കിൽ വെറുതെ ഒരു ഡ്രൈവിനെങ്കിലും പോകും. അതുകൂടാതെ മോൾസ് ഓപ്പൺ ആയിട്ട് വരുന്ന സംഭവം ഉണ്ടാവുമോ ഐബി? അത് യൂത്തിന് വേണ്ടിയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ, ഫാമിലിയായിട്ട് പുറത്ത് പോകാൻ? കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു നൈറ്റ് ലൈഫ് ഒരു പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ ബ്രോഡ്വേ അതുപോലെയുള്ള സ്ഥലങ്ങൾ സ്ട്രീറ്റ് ഫുഡിന് വേണ്ടി ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ കാണുന്നതാണ്. രാവിലെ വളരെ ബിസി ആയിട്ടുള്ളൊരു റോഡായിരിക്കും, പക്ഷെ രാത്രിയാവുമ്പോൾ ആ റൂട്ടിൽ മുഴുവൻ വാഹനങ്ങൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് നമുക്ക് കാൽനട യാത്രക്കാർക്ക് ആ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ കുറെ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. ഫാമിലീസും ഒരുപാട് ഇപ്പോൾ സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് കാം ആൻഡ് പീസ്ഫുൾ ഈ ഒരു വാക്ക് എടുക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരു ചേഞ്ചിങ് കൺസെപ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ കുറേ സ്ഥലങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഐബിക്കും അറിയാം എല്ലാവർക്കും പുറത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മലയാളികൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ എവറിബഡി വാണ്ട്സ് ടു വർക്ക് അബ്രോഡ്, UK, ദുബായോ, ഒരു ബ്രെയിൻ വരുന്നുണ്ട് നന്നായിട്ട്. അത് കാരണം മെയിനായിട്ട് ഇവിടെ ഒരു സോഷ്യൽ ലൈഫ് ഇല്ല എന്നുള്ള ഒരു കാരണം കൂടിയാണ്. അപ്പോൾ കൂടുതൽ പേരും കൂടെ വരുന്ന ഇങ്ങനത്തെ ഒക്കെ സംരംഭം തുടങ്ങുവാണെങ്കിൽ ഇറ്റ് ഇസ് റിയലി നൈസ് അല്ലേ? അല്ല, ഇപ്പോൾ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി വന്നാൽ തന്നെ അതിൻ്റെ അകത്തൊരു ഹാബിറ്റാറ്റ് ഉണ്ടാവും. അവർക്കുള്ള ഡിസ്കോതെക്സ് ആണെങ്കിലും, അവർക്കുള്ള റൈറ്റ്സ് ആണെങ്കിലും, അവർക്കുള്ള റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ആ ഒരു കൺസെപ്റ്റാണ് വേൾഡ് ചേഞ്ചിങ് കൺസെപ്റ്റ്. അത് ഡെഫിനറ്റ്ലി നമ്മളൊരു മെട്രോ ആകുമ്പോൾ അത് ഇൻകൾക്കേറ്റ് ചെയ്യണമല്ലോ.
കുട്ടിക്കാലത്ത് ഓണം, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ ജീവിതത്തിൽ ഒരു ഓണം, രാഷ്ട്രീയത്തിൽ ഒരു ഓണം, പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഓണം, ഇപ്പോൾ ഉത്തരവാദിത്തമായ ഒരു ഡാഡി ആയി കഴിഞ്ഞ പിന്നെ ഒരു ഓണം, അങ്ങനെ ഒത്തിരി ഓണം ഉണ്ട് ഒരാളാണ് ഐബി. അതില് ഏറ്റവും ഒന്ന് ചില മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ഈ ഓണത്തിലെല്ലാം ഏറ്റവും മധുരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഒരു ഓണം, ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഓണം ഷെയർ ചെയ്യാമോ പ്രേക്ഷകരെ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെന്റ് ആണ്. നമ്മള് കുട്ടിക്കാലത്തായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടുതലും കസിൻസിന്റെ വീട്ടിൽ പോകും. ഫാദർ എപ്പോഴും തിരക്കായതുകൊണ്ട് ഓണം വെക്കേഷൻ, വലിയ വെക്കേഷൻസ് അല്ല, മദറിൻ്റെ സൈഡിലോ ഫാദറിൻ്റെ സൈഡിലോ ആരെങ്കിലും വീട്ടിൽ പോകും, അവിടെ ആയിരിക്കും ഒരു ഓണം. അത് ബേസിക്കലി എല്ലാവരുമായിട്ട് കളിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, അതായിരുന്നു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എന്ന് കൂടി വേണമെങ്കിൽ പറയാവുന്ന ഓരോ ഓണം അതായിരുന്നു. ഞങ്ങൾ ഈ കോളേജ് യൂണിയനിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേവര സേക്രഡ് ഹാർട്ടിലാണ് പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിനെ വെൽക്കം ചെയ്തുകൊണ്ട്, ഇപ്പോൾ KSU വെൽക്കം ചെയ്തുകൊണ്ട് ഒരു വലിയ പൂക്കളം ഞങ്ങളൊരുക്കും. അത് ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യണ ആരാണോ, ഞാൻ പ്രീ ഡിഗ്രി ആദ്യം വന്നപ്പോൾ KSU ആയിരുന്നു. അപ്പോൾ ഒരു ട്രെൻഡാണ് അത്, എന്തോ ഒരു വലിയൊരു ഫുഡ് സ്റ്റെപ്പാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ഞങ്ങളെന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി ഞങ്ങൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് നോർത്ത് ടൗൺ ഹാളിൻ്റെ അവിടെ പോയി പൂവെല്ലാം മേടിച്ച് രാത്രി മുഴുവൻ ഇരുന്ന് കട്ട് ചെയ്ത് ഒരു 3 മണി 4 മണിയായപ്പോൾ ബൈക്കിന് ഞങ്ങൾ ത്രിബിൾസ് പോയി 3 പേര് പോയി കോളേജിൻ്റെ മതിൽ ചാടി, കോളേജിൻ്റെ പോർട്ടിക്കോ, ഭയങ്കര വലിയൊരു പോർട്ടിക്കോയിൽ ഞങ്ങളുടെ കൂടെയുള്ള ഷഫീഖ്, എൻ്റെ ഫ്രണ്ട് ഒരു ആർട്ടിസ്റ്റാണ്, അവന് ഡിസൈനൊക്കെ ചെയ്തു, ഞങ്ങൾ പൂക്കളം ഇട്ടു. അപ്പോൾ ആ വർഷം പുതിയൊരു പ്രിൻസിപ്പളാണ്, ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ രാവിലെ കുർബാന കഴിഞ്ഞ് വരുമ്പോഴേക്കും സെക്യൂരിറ്റി വന്നു, ഒരു നേപ്പാളി, ഞങ്ങൾ ബായി എന്ന് വിളിക്കുന്ന ബായി വന്ന് നോക്കിയപ്പോൾ ഒരു വലിയ പൂക്കളം. ബായി പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഏതായാലും പൂക്കളം ഇട്ട് കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പറ്റില്ല, ഇട്ട് കഴിഞ്ഞ് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബായി പോയി കുർബാന കഴിഞ്ഞ് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛൻ അത് തട്ടാൻ വന്നു. പല അവസരങ്ങളിൽ ഞങ്ങൾ അച്ഛനുമായിട്ടൊരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് അച്ഛൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി പെട്ടെന്ന് വന്ന് ഇതെല്ലാം കൂടെ തട്ടിക്കണം. അപ്പോൾ അന്ന് കോളേജിലെ പൂക്കളം കോമ്പറ്റീഷൻ ഓഡിറ്റോറിയത്തിൽ എല്ലാ ക്ലാസ് വൈസ് നടക്കുകയാണ്. അപ്പോൾ ഇത് ആരും ഇത് അറിഞ്ഞിട്ടില്ലല്ലോ, ഇത് രാവിലെ 6 മണിക്ക് നടക്കുന്ന സംഭവം. അപ്പോൾ ഇതെല്ലാം പിന്നെ വന്ന് അവരെല്ലാം അടിച്ച് വാരി കൊണ്ടുപോയി. ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടി, സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. പിന്നെ ഞങ്ങൾ വീണ്ടും വന്നു, അതിലെല്ലാം ഇതാരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇതിലൊക്കെ പങ്കെടുത്തു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ വിഷമമെല്ലാം മാറ്റാൻ വേണ്ടി അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ടൂറ്, ഒരു ടീ പ്ലാന്റേഷൻ മൂലമറ്റത്തേക്ക് അത് പോയി. പക്ഷെ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴും നമുക്ക് ഐബിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ചാനൽസിന് ഇന്ററാക്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ മന്ത്രി കൊച്ചമ്മേനെയാണ് കിട്ടാത്തത്. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അല്ലേ പഠിച്ചത്? അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുത്തു, വർക്ക് ചെയ്തു, ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് LLB ചെയ്യുന്നു. റാങ്ക് ഹോൾഡർ ആയിരുന്നില്ലേ LLB എൻട്രൻസിന്? ദാറ്റ് ഈസ് ആക്ച്വലി അച്ചീവ്മെന്റ് ഇല്ലേ? ഫോട്ടോ എൻട്രൻസ് സ്ഥാപനം അടിച്ചു വെച്ചാൽ എല്ലായിടത്തും ഉണ്ട്. വൈഫിന്റെ അവിടെ കോച്ചിങ്ങിന് വരണം എന്ന് പറഞ്ഞ കുറെ പേര് വിളിക്കാറുണ്ട്. എല്ലായിടത്തും ഉണ്ട്, എറണാകുളം മൊത്തം ഉണ്ട് റാങ്ക് ഹോൾഡർ അന്ന ഈഡൻ. ഞാൻ കുറച്ച് അവിടെ കോച്ചിങ്ങിന് പോയിരുന്നു. പിന്നെ നമുക്കത് വേണ്ടെന്ന്. കൂടാതെ ഓട്ടം തുള്ളൽ ഭയങ്കര നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് പാനിപ്പറ്റിലാണ് ചെയ്തത്. അപ്പൊ അതുവരെ ഇവിടെ യൂത്ത് ഫെസ്റ്റിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞൊരു 14 years ഗ്യാപ്പ് വന്നു. പിന്നെ ഇപ്പോഴല്ലേ നമ്മൾ പഠിക്കണേ. അപ്പൊ എപ്പോഴും സ്ഥിരമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ ഇളകും. അപ്പോൾ ഓട്ടംതുള്ളലാണ്. ഇപ്പം ഞാൻ എല്ലാം കഥകളിയും ചാക്യാർകൂത്തും എല്ലാം പെർഫോം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ മോളൊക്കെ ആയില്ലേ, അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ. അല്ല, അന്നായിരുന്നോ ബിസി ലൈഫ്? ശരിക്കും അന്ന് ഭയങ്കര ആക്റ്റീവ് അല്ലായിരുന്നോ? മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിരുന്നു, പ്രത്യേകിച്ച് ആങ്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഓർത്ത്, ഇതേപോലെ ഒരു ഓണം പരിപാടി ആങ്കർ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു അന്ന ഫസ്റ്റ് ടൈം ഐബിനെ കാണുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും മിക്കവർക്കും കഥ അറിയാം, പക്ഷെ എന്നാലും ഈ വരുന്ന ജനറേഷന് ഐബിനെ നോക്കി കാണുന്ന എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ രണ്ടൊരു മാതൃക
കപ്പിൾസ് ആയിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് അവരുടെ റൊമാൻസ് ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് റൊമാൻസ് ഒന്നുമില്ല. അല്ല അന്നത്തെ എന്റെ പേര് പോലും തെറ്റിച്ച് ഇവിടെ അല്ലല്ലോ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഹൈബി ഞാൻ ആദ്യമായിട്ട് യൂഫി ആയിട്ട് സംസാരിക്കുമ്പോ യൂഫിക്ക് ഒരു ഇത്തിരി അല്പം ഹോംവർക്ക് ഒക്കെ ചെയ്തു അത് വന്നു. അന്ന് എന്റെ ഫ്രണ്ട് ഫേസ്ബുക്കിലാക്കി ഇത് വന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് വന്നത് TV രാജേഷിന്റെ പേര് തെറ്റിച്ചു. ആക്ച്വലി എന്താ അന്നുള്ള യൂത്ത് ലീഡേഴ്സ്, ഇത് സ്റ്റുഡന്റ് ലീഡേഴ്സ്, ഇവരെല്ലാവരുടെ ഒരു ഗ്യാതറിംഗ് ആയിരുന്നു. ഓക്കെ. സാധാരണ എന്താ ചെയ്യുന്നത്, ഒരു ആങ്കർ വരുമ്പോ അവര് പഠിക്കും. ഇത് പഠിച്ചിട്ട് പഠിക്കാൻ ഇയാളെന്ന് അത്ര വലിയ നേതാവൊന്നായിരുന്നു. ഞാൻ KSU സ്റ്റേറ്റ് പ്രസിഡന്റ്, രാജേഷ് DYFIയുടെയോ SFIയുടെ മറ്റോ സ്റ്റേറ്റ് സെക്രട്ടറി, പിന്നെ യൂത്ത് ലീഗിന്റെ MSFന്റെ ലീഡേഴ്സ്. അപ്പൊ ഇവരെ ഞാൻ പറയാം ഞാൻ പേര് തെറ്റിച്ചതിനെ കുറിച്ച് പറയുന്നത്. കാരണം നമ്മളൊരു എന്താ പറഞ്ഞ പേര് നമ്മൾ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നു, യൂഫി എൻ്റെ അടുത്ത് പറയാ ഹെബി ഈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഹെബി എന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഹെബി ഈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഫീൽ ഒഫൻഡഡ് എന്ന് പറഞ്ഞ പോലെ അന്ന് ഈ എനിക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഈ SFI നേതാക്കന്മാര് അവര് വല്ലാത്തൊരു അജിറ്റേറ്റഡ് ആയിരുന്നു. രാജേഷ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ആ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ പഠിത്തം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പാനിപ്പട്ടിൽ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റുഡൻറ് പൊളിറ്റിക്സ് ഒന്നും എനിക്കറിയില്ല. അന്ന് രാവിലെ വന്നതാ അല്ല. അപ്പോൾ സ്റ്റുഡൻറ് പൊളിറ്റീഷ്യൻസിനെ പറ്റി ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ പോലും ഇപ്പോൾ വളരെ പൊളിറ്റിക്സിനോട് താല്പര്യമുള്ളവർ നോക്കുമായിരിക്കും. KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആരാ, SFI സെക്രട്ടറി ആരാന്നൊക്കെ നോക്കുന്നല്ലാതെ കുറച്ചുകൂടി ഇപ്പോൾ MLA മിനിസ്റ്ററൊക്കെ കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ തലേദിവസമാണ് എന്നെ വിളിച്ചിട്ട് പറയണത് ഇങ്ങനെ ഒരു തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ഒരു സ്റ്റുഡൻറ് അസോസിയേഷൻ ഗ്യാതറിംഗ് ഉണ്ട്, ഈ ലീഡേഴ്സിൻ്റെ ഒരു ഗ്യാതറിംഗ് ഉണ്ട്, അപ്പോൾ അന്നെ കമ്പയർ ചെയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഒന്നാമത് പൊളിറ്റിക്സ് അറിയില്ല, ഒരു ടച്ചുമില്ല, പിന്നെ ഇവരൊന്നും എനിക്കൊരു പരിചയം, ഞാൻ എന്ത് ചോദിക്കാൻ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു. അറിയണ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ രാജേഷ് എന്നൊക്കെ നമുക്ക് ഒത്തിരി ഫെമിലിയർ പേരുകളാണ്. പിന്നെ ഒരു ഹൈബി ഈഡൻ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കേട്ടിട്ട് തന്നെ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഹൈബി ഈഡൻ അതാരാണോ ചോദിച്ചു. അപ്പോൾ എടുത്തൊരു പഴയ ജോർജ് ഈഡനില്ലേ, ജോർജ് ഈഡൻ്റെ മോനാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇത്തിരി ഒരു ഇമ്പ്രഷൻ തോന്നി. കാരണം വെച്ചാൽ ഡാഡി എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ, അപ്പോൾ ഇങ്ങനെ KSU പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു പാനിപ്പട്ടിലെ പിള്ളേർക്ക് വേണ്ടി അപ്പോൾ ഒരു 10-12 പേരുടെ കുറേ പേരുണ്ടായിരുന്നു, പേരുടെ തന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോഴും ഒരാളാണെന്നെങ്കിൽ നമുക്ക് അയാളുടെതൊക്കെ ആലോചിക്കാം. ഇപ്പോൾ 10-12 പേര് ബൈ ഹാർട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞു എനിക്ക് ആരും അറിയില്ലാത്തവരായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വട്ടത്തിലിരിക്കുന്നു, ഞാൻ നിൽക്കുകയാണ്, ഇവരൊക്കെ ഇരിക്കുന്നു, ഞാൻ നിൽക്കുന്നു. അപ്പോൾ രാജേഷോ രാജീവോ അങ്ങനെ കുറേ പേരുകൾ, ഞാനെല്ലാം കൂടി ദൈവമേ. No, I am always proud. Seriously speaking, I am always proud to say that I am son of George. ഇനി ഞാൻ സീരിയസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കട്ടെ, ഓക്കെ ആണോ? ഓക്കെ. നമ്മുടെ ബോളിവുഡിലും സിനിമയിലും ഒക്കെ മാക്സിമം ഫാദേഴ്സ് മക്കളെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും, അവരെ ലോഞ്ച് ചെയ്യാൻ നോക്കും, നല്ല രീതിയിൽ കൊണ്ടുപോയി. അതേപോലെ ഒരു മക്കൾ രാഷ്ട്രീയം IB സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IB വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിലൂടെ കയറി വന്ന ആളാണ്. ഫസ്റ്റ് കോളേജ്, പിന്നെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിന്നെ നമ്മുടെ നാഷണൽ ലെവലിൽ, പിന്നെ MLA. It was like really a good achievement. It was a good timing also for you. It was not because of your father. അങ്ങനെ നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം it was you are a self-made man. I am always proud. Seriously speaking, I am always proud to say that I am son of George. The reason behind that is wherever I go, whenever I am introduced as his son, I get it. It's not that I get something else. It's because that പുള്ളിക്ക് ഉണ്ടായിരുന്ന സ്നേഹവാത്സല്യം, അടുപ്പം, അതെനിക്ക് കിട്ടുന്നത് ഒരു വലിയ അംഗീകാരമാണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ് വാസ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ്. എൻ്റെ ഫാദറിന് ഞാൻ ഒരു പൊളിറ്റിക്സിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായില്ല. ബിക്കോസ് ഞാൻ പൊളിറ്റിക്സിൽ വന്നാൽ എൻ്റെ അക്കാഡമിക് ലൈഫ് അത് ഡിസ്റ്റർബ്ഡ് ആവും എന്നുള്ളത് ഹി വാസ് വെരി ഷുവർ. അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞിട്ട് പൊളിറ്റിക്സിൽ വന്നാൽ മതി. അല്ല, ഹി വാസ് നോട്ട് intending me to be a politician. I was also of the same stature. ഫാദർ ഉള്ള സമയത്ത് മത്സരിക്കുമ്പോൾ എന്നെ ഒരു സീരിയസ് പൊളിറ്റിക്സിലേക്ക് വിടണം എന്ന് എപ്പോഴും പറയുന്നത്, യു ബി ഇൻ പൊളിറ്റിക്സ്, പക്ഷേ നിൻ്റെ സ്റ്റഡീസ് ഡിസ്റ്റർബ്ഡ് ആവരുമെന്ന് വളരെ ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഈ മക്കളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇഫ് യു ആർ നോട്ട് വർക്കിംഗ്
പീപ്പിൾ വോണ്ട് ആക്സെപ്റ്റ് അസ്. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ മകനെ ഡോക്ടറാക്കുന്നു, അല്ലെങ്കിൽ എൻജിനീയർ മകനെ എൻജിനീയർ ആക്കുന്നു, അഡ്വക്കേറ്റ് ലോയർ ആക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ഇൻട്രസ്റ്റഡ്, യു ഡോണ്ട് ഹാവ് എ പാഷൻ. അതുമാത്രമല്ല, നമ്മൾ ഫുൾ 24/7 ഇഫ് യു ആർ നോട്ട് റെഡി ടു സാക്രിഫൈസ് ഓർ ബിക്കോസ് ഇതൊരു പൊസിഷൻ അല്ല, യു ക്യാൻ അച്ചീവ് ദാറ്റ്, യു ക്യാൻ അച്ചീവ് ദിസ് ഡേ ടു ഡേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഐബിയുടെ വ്യക്തിപരമായ ജീവിത കാഴ്ചപ്പാടുകളും ശീലങ്ങളും താല്പര്യങ്ങളും അതൊക്കെ അറിയാൻ താല്പര്യമില്ലാത്ത പ്രേക്ഷകരുണ്ടാവത്തില്ല. അപ്പം ഐബി ഈഡൻ MLA എന്നൊരാളുടെ രാവിലെ തൊട്ടുള്ള ഒരു ദിവസത്തെ ഒരു കാര്യം, ഹൗ ഡസ് എ ഡേ സ്റ്റാർട്ട് ആൻഡ് ഹൗ ഡസ് ഇറ്റ് എൻഡ്? എപ്പോഴും ബിസി ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു കാർ വരുന്നു, കുറേ ഒരു പട പോലെ ആൾക്കാർ പുറകെ ഉണ്ട്, അതിന് വന്നിട്ട് എല്ലാവർക്കും ചായ കൊടുക്കണം, കാര്യങ്ങൾ ബഹളം, അതിന് തിരിച്ചു അടുത്ത മീറ്റിങ്ങിന് പോകുന്നു, അങ്ങനത്തെ ലൈഫാണോ? അത്രയും ബിസി ആയിട്ടുള്ള എപ്പോഴും ആൾക്കാരുണ്ടാവും ഇവിടെ. രാത്രി എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ആൾക്കാർ മേ ബി ചിലപ്പോൾ 5:30, 5:45, 6 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും. അപ്പോൾ ഹൈവിക്ക് എപ്പോഴും രാവിലെ എണീക്കേണ്ടി വരും. പക്ഷെ ഞങ്ങളുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഞാനും മോളൊക്കെ ആണെങ്കിൽ ഞാൻ ഉറങ്ങിയ പോലെയൊക്കെ കിടക്കും. അപ്പോൾ പുതപ്പൊക്കെ ഇട്ട് കേർട്ടനൊക്കെ ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ എണീറ്റിട്ടേ ഇല്ലാത്ത പോലെ കിടക്കും. ഇപ്പം ഞങ്ങളുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യാറേയില്ല. എന്നുവെച്ചാൽ ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെ നിറച്ച ആളുണ്ടാവും. പിന്നെ ഒരു 9 ഒക്കെയാണ് യൂഷ്വലി ഇറങ്ങുന്ന സമയം. അതുവരെയും ആൾക്കാരുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കോളേജിൽ പോവും, ഞങ്ങൾ രണ്ടുപേരും പോയി. പിന്നെ വൈകിട്ടാകുമ്പോഴും അധിക ദിവസങ്ങളിലും ചിലപ്പോൾ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യണവർ കുറേ പേരുണ്ടാവും. പക്ഷെ അത് നമ്മുടെ പ്രൈവസിക്കൊന്നും അതൊരു ഇതല്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ കാര്യം വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ കൺസിഡർ ചെയ്യാതെ ഇരിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ എപ്പോഴും പ്രയോറിറ്റി വന്ന ആൾക്കാരുടെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ മോളാണ് കുറച്ചും കൂടി, അവൾക്ക് ഇത്തിരി ഡേ ഫുൾ അപ്പേനെ കാണില്ല. അപ്പോൾ അപ്പേ വാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആൾക്കാരുടെ നിന്നൊക്കെ അവൾ വിളിച്ചുകൊണ്ട് വരുന്നതാണ്, അപ്പേ എൻ്റെ കൂടെ ഉറങ്ങാൻ കിടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൂടാതെ അന്നയ്ക്ക് ഒരു ഹോബിയുണ്ട്, ഗാർഡനിങ് അല്ലേ, വെജിറ്റബിൾ ഗാർഡനിങ്. ഇപ്പം എല്ലാവരുടെ അടുത്തും വിഷമാണ്, വെജിറ്റബിൾസ് കൊള്ളത്തില്ല, കഴിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇപ്പം അന്ന ചെയ്യുന്നത് അല്ലേ, ഗാർഡനിങ്. അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ യങ് ജനറേഷന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് ഹൗ വി ക്യാൻ മാനേജ്. ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എത്ര പെസ്റ്റ് അടിച്ചാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഐ വോണ്ട് ഡു ഇറ്റ്. അധികം സമയം വേണ്ട, നമ്മൾ കുറച്ച് സമയം സ്പെയർ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അതിനൊരു താല്പര്യം വേണം. ഇപ്പോൾ എനിക്ക് ആരും പഠിപ്പിച്ചു തന്നില്ല. എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ കുറേ കൃഷി ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ ചെയ്യും, നല്ലോണം ചെയ്യും. പക്ഷെ അന്നൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. അമ്മ പറയും കല്യാണത്തിന് മുമ്പൊക്കെ ഫോണിൽ വരാന്തേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് നടക്കുന്ന സമയത്ത് അല്ല കേട്ടോ, ഇവർ രാത്രി 12 മണിക്കൊക്കെ ഞാൻ പറയും വാ നമ്മുടെ ചെമ്പകത്തിൽ പൂവുണ്ടായി, പടവല എങ്ങനെ കായുണ്ട് വാ എന്നൊക്കെ ഞങ്ങൾ ടോർച്ച് അടിച്ചൊക്കെയാ പോയി നോക്കണേ. അതൊക്കെ ചെയ്യും കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് നോക്കണത്ര പോലെ നോക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ തലമുറ അത് ചെയ്യണമെന്നാണ്. അല്ല, ചെയ്താൽ ഇസ് വെരി ഗുഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഭയങ്കര എനർജൈസ്ഡ് ആയ പോലെ തോന്നും. കുറേ നേരം ഞാൻ കോഴിക്കോടിൻ്റെ അവിടെ പോയി നിൽക്കും. കുറേ പ്രാവ്, ടർക്കി ഒക്കെ ഉണ്ട്. എനിക്ക് മോൾക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ തന്നെ മുട്ട വെച്ച് വിരിയിപ്പിക്കും, ഹാച്ച് ചെയ്യിക്കും. അപ്പോൾ അവൾക്കും കൂടി കാണാൻ പറ്റും. അപ്പോൾ അവൾക്കറിയാം. അപ്പോൾ നഴ്സറി സ്കൂളിൽ അവൾ റൈംസ് മറ്റേ കുഞ്ഞിക്കോഴി മുട്ടയിട്ട് കൊത്തി വിരിഞ്ഞു പറയുമ്പോൾ അവൾക്ക് അറിയാം ഇതുണ്ടായി, 6 മുട്ട വെച്ചു, 2 വിരിഞ്ഞു എന്നൊക്കെ. അപ്പോൾ അവളും കൂടി പഠിക്കട്ടെ. ഇനി കുറച്ച് വലുതായി ഒന്നും കാണാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് വില്ലേജ് നോക്കിയാൽ യങ്സ്റ്റേഴ്സ് ഒരു ഓൺടർപ്രണേഴ്സ് ആവുക എന്നുള്ളത് ഒരു പോളിസി തന്നെ ഗവൺമെൻറ്റിൻ്റെ. ജോബ് സീക്കേഴ്സ് അല്ല, ജോബ് ഹോൾഡേഴ്സ് ആവണം. അപ്പോൾ ഐബി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് എ ഫാദർ, ആസ് എ പൊളിറ്റീഷ്യൻ, ആസ് എ വെരി ഗുഡ് ഹസ്ബൻഡ്, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനോട്, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഐബിക്ക്? ലൈക്ക് വാട്ട് ഷുഡ് വി ബി ഡൂയിങ്? എന്തെങ്കിലും ഇവിടെ നമ്മുടെ കേരളത്തിന് ഒരു പുരോഗതി വരണമെങ്കിൽ, അല്ലെങ്കിൽ എനി മെസ്സേജ് യു വാണ്ട് ടു കൺവേ? ഒരു ഫോർമുലേറ്റഡ് മെസ്സേജ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷകരമായ ഓണം ആഘോഷിക്കുന്നു. യങ്സ്റ്റേഴ്സ് നോട് എനിക്ക് ഉള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും സർക്കാർ ജോലിക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നു, സർക്കാർ ജോലി മാത്രം ചെയ്യും എന്ന് ആഗ്രഹിച്ച് കുറേ ആളുകൾ നിൽക്കുന്നു. പക്ഷേ കേരള ഈസ് ഗ്രോയിങ് ഫാസ്റ്റർ. നമ്മളിപ്പോൾ
സ്റ്റാർട്ടപ്പ് വില്ലേജ് നോക്കിയാൽ യങ്സ്റ്റേഴ്സ് ഒരു ഓൺടർപ്രണേഴ്സ് ആവുക എന്നുള്ളത് ഒരു പോളിസി തന്നെ ഗവൺമെൻറ്റിൻ്റെ ജോബ് സീക്കേഴ്സ് അല്ല, ജോബ് ഹോൾഡേഴ്സ് ആവണം. ഗവൺമെൻറ് ഈസ് പ്രൊമോട്ടിങ് ദാറ്റ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. കാരണം അവർക്ക് അറ്റൻഡൻസ് ലിവറേജും ഗ്രേസ് മാർക്കും ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ CMൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ആശയം കൊണ്ടുവരൂ, അത് ഗവൺമെൻറ് വിൽ ഇഫ് 10 of your brightest ideas would be made into reality and 50 lakhs would be given by the state government. അപ്പോൾ നമുക്കൊരു പുതിയ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ എപ്പോഴും പറയുന്നത് ഇറ്റ്സ് എ ക്ലോസ് സിസ്റ്റം. അതിൽ നിന്നൊരു ഓപ്പൺ സിസ്റ്റത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. ആ ട്രാൻസിഷൻ ഷുഡ് ഹാപ്പൻ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ജോബ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പ്രൈവറ്റ് സെക്ടേഴ്സ്, വളർന്നു വരുന്ന ഒരുപാട് പുതിയ സെഗ്മെൻറ്റ്സ്, അല്ല നമ്മളും എന്തെങ്കിലും ചിലപ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് ഔട്ട്, ഇറ്റ് മൈറ്റ് ഫെയിൽ, ബട്ട് യു ഷുഡ് കീപ്പ് ഓൺ ട്രൈയിങ്. ആ ഒരു സ്പിരിറ്റും ഇനി കൂടുതൽ ഒരു പ്രൈവറ്റ് സെഗ്മെൻറ്റിനെ നമുക്ക് ആശ്രയിക്കാതെ അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും PSC എഴുതി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ മാത്രം നമ്മൾ പോവുള്ളൂ എന്നുള്ള ഒരു മനോഭാവം മാറ്റി വി ഷുഡ് ചേഞ്ച്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇസ് ആർ സ്റ്റേറ്റ് ഇസ് ഗോയിങ് വെരി ഫാസ്റ്റർ നൗ. അതിനോടൊപ്പം പിന്നെ പരമാവധി ഇപ്പോൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അവസരമുള്ളവർ, ഇവിടെ അവസരമില്ലാത്തവർ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഔട്ട്സൈഡ്. ബ്രെയിൻ ഡ്രെയിൻ ഇസ് ഹാപ്പനിങ്. അവർ പുറത്ത് പോവും, നല്ല ജോലികൾ കണ്ടുപിടിക്കും. ബട്ട് സ്റ്റിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക് ദേ ക്യാൻ യൂട്ടിലൈസസ് ദെയർ സർവീസസ്. നിങ്ങൾ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ പോയാൽ അറിയാം, ദർ ആർ 7,000 യങ്സ്റ്റേഴ്സ് കമ്പനീസ് registered in Startup Village for starting getting a small space, ഒരു വെർച്വൽ സ്പേസ് എങ്കിലും കിട്ടണമെന്ന് താല്പര്യമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ്. ദാറ്റ് ഷുഡ് ഗോ ഓൺ. And we are looking forward to it as well. Thank you so much for your time. Actually, you both are like gem of people. Oh my God. Happy Onam. റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാവരുടെയും വക സ്നേഹപൂർവ്വം ഓണം ആശംസിക്കുന്നു. പൊതുപ്രവർത്തനത്തിൽ ഇനിയും പുരോഗതിയിൽ അടിക്കടി ഉണ്ടായിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ യു. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഐബീഡനും അന്നായിഡനും എന്ത് ഫ്രണ്ട്ലി ആണല്ലേ. ഇതേപോലെ തന്നെ രസകരമായ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.